21-ാം നൂറ്റാണ്ടിൽ പിന്തുടരാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തു നിന്നും മതത്തിന് വേണ്ടി പറയുന്നു എന്ന തരത്തിൽ സമൂഹം കേട്ടത്. അത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളായിരുന്നു, പിന്തിരിപ്പൻ സമീപനമായിരുന്നു. അതിനെതിരെ പിന്തിരിപ്പനാണ് അത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി ഗോവിന്ദന്റെ ആദ്യ വിമർശനം ഉണ്ടാകുന്നത്. നോക്കൂ, ഈ സമൂഹത്തിന് ചേരാത്ത അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ചേരാത്ത തെറ്റായ ഒരു പ്രവണത കാണുമ്പോൾ അത് തെറ്റ് എന്ന് പറയാൻ ഈ ജനാധിപത്യ സമൂഹത്തിലുള്ള ആർക്കും അധികാരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. അതല്ലേ നമ്മൾ കാണുന്നത്? അതിനെ ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയല്ലേ വേണ്ടത്? കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തോടും പുരുഷ വിഭാഗത്തോടാണ്. അത് ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പിന്തുടരുന്ന സമൂഹത്തിൽ ഒരാൾ തയ്യാറാകുന്ന കാലത്തോളം അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അദ്ദേഹം പറയുന്ന ന്യായമായ വശങ്ങൾ മുസ്ലിം സംഘടനകളിലും പണ്ഡിതന്മാരിലും ആർക്കെല്ലാം അതിനെ അംഗീകരിക്കാൻ സാധിക്കുമോ അവർക്കും അത് പറയാം. അവർ അംഗീകരിക്കുന്ന ജനവിഭാഗത്തിന് അത് ഉൾക്കൊള്ളുകയും ചെയ്യാം. അവർ അംഗീകരിക്കാത്ത ജനവിഭാഗത്തിന് അത് തിരസ്കരിക്കുകയും ചെയ്യാം. ഫെമിനിസം തലക്ക് പിടിക്കുന്ന ആളുകളും നവനാസ്തികവാദികളും എത്തിക്സ്റ്റുകളുമെല്ലാം കാലങ്ങളോളമായി യുക്തിവാദത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധതയും സംഘപരിവാർ താലോലിക്കലും നാളു നീളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എക്സ് മുസ്ലിം എന്ന പേര് സ്വീകരിക്കുമ്പോൾ പഴയ മുസ്ലിമിന്റെ പേര് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക വിമർശനം നടത്തുന്നത് ചില സംഘപരിവാർ സംഘടനകളുടെ ആനുകൂല്യം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത്തരം അജഗള സ്ഥാനം പോലെ മുസ്ലിം സമുദായത്തിന്റെ പേരിന്റെ അകത്ത് തൂങ്ങി നിൽക്കുന്ന ഇത്തരം ദുശക്തികൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണത അത് അവർ ഇസ്ലാമിക വിമർശിക്കുമ്പോൾ മാത്രമാണ് ജനങ്ങളിടയിൽ അവർക്ക് അംഗീകാരം, അവരെ പിന്തുണക്കുന്ന സംഘപരിവാർ സംഘടനകളിൽ അംഗീകാരം ലഭിക്കുക എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് കാന്തപുര അബൂബക്കർ മുസ്ലിയാരായാലും സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നാലും ഡോക്ടർ ഹുസൈൻ മടവൂരായിരുന്നാലും മുസ്ലിം സംഘടനാ പണ്ഡിതന്മാർ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മതവിധി പറഞ്ഞാൽ ആ മതവിധി അംഗീകരിക്കാൻ ആരൊക്കെയുണ്ടോ അവർക്ക് മാത്രമാണ് അത് ബാധകമാവുക. അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശത്തെ പിന്തിരിപ്പൻ സമീപനം എന്ന് പറയുകയും അത്തരം അഭിപ്രായങ്ങളെ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും അടച്ചാക്ഷേപിക്കുകയും ചെയ്യുക എന്നത് ജനാധിപത്യ മര്യാദക്ക് ചേർന്നതല്ല. വിമർശനം സ്വീകരിക്കാൻ തയ്യാറാണ്. കാന്തപുരവും കാന്തപുരത്തിന്റെ ആളുകളും കേരളത്തിലെ മുസ്ലിം സംഘടനകളും ഏത് സംഘടനകളും, ഞാൻ കാന്തപുരത്തിന്റെ എല്ലാ നിലപാടിനെയും അംഗീകരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നത് അതൊരു മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ഒരു വികാരമാണ്, പൊതുവായ നിലപാടാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. ഇവിടെ ചാനലിൽ പങ്കെടുക്കുന്ന ആളുകളും അവരെ പിന്തുണക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം. അപ്പൊ ആങ്കർ, ന്യൂസ് 18ന്റെ ആങ്കർ, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ ന്യൂസ് 18 വന്നല്ല പ്രകടിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സംഘടനാ വേദികൾ, ന്യൂസ് 18 വന്ന ഒരു ചാനലാണ്, അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു മീഡിയക്ക് ഒരു അജണ്ട ഉണ്ടാവാൻ പാടില്ല. ഇത് മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി, മുസ്ലിം കൂടത്തായി ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഇതെങ്ങനെയാണ് ഒരു അജണ്ട വെച്ചുള്ള പ്രവർത്തനമാകുന്നത്? ഇതെങ്ങനെയാണ് ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയാകുന്നത്? അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അത് സ്ത്രീവിരുദ്ധമാണ്, അത് തെറ്റാണ്, ഈ കാലഘട്ടത്തിന് ചേർന്നതല്ല എന്ന് പറയാൻ ഒരു ചാനലിനായാലും ഒരു വ്യക്തിക്കായാലും ഒരു സംഘടനയ്ക്കായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായാലും അവകാശമില്ലേ? ഒരു ചാനൽ ചർച്ചയിൽ ആങ്കർ നിർവഹിക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മാധ്യമധർമ്മം. ഒരു സ്ത്രീവിരുദ്ധമായ സമീപനം എന്താണ് പറഞ്ഞത്? പൊതു ഇടങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം നൽകുന്ന ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ഒരു സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം വരുമ്പോൾ അതിനെ നിഷ്പക്ഷമായേ കാണാവൂ എന്നുണ്ടോ? ഒരു ചാനലിനായാലും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കായാലും അങ്ങനെ കാണാവൂ എന്നുണ്ടോ? നിഷ്പക്ഷം എന്ന് നമ്മൾ ശരിയുടെ പക്ഷത്തായിരിക്കണം എന്നതാണ് എന്റെ നിലപാട് എല്ലാ കാര്യത്തിലും.
ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ ശരിയാണെന്ന് പറയാം. പക്ഷെ അത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ ധരിച്ചു വെക്കുന്നതാണ് തെറ്റ്. ഇവിടെ കാന്തപുരം പറഞ്ഞിട്ടുള്ള സ്ത്രീ വിരുദ്ധമാണ് എന്ന് ഒരു ചാനലിന്റെ ആങ്കറിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങൾ അത് വിധി പറയുകയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് സുൽഫത്തിന് പറയാം, BM സുഹറക്ക് പറയാം, അതുപോലെ തന്നെ മുഹമ്മദ് സ്വാദിഖിന് പറയാം, എനിക്ക് KP റഹ്മത്തുള്ളക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ആങ്കർ എന്ന നിലയിൽ വിധി പറയേണ്ടത് നിങ്ങളല്ല. എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. നാസർ ഫൈസി കൂടത്തായി, എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ. എന്റെ അഭിപ്രായം പറയുന്നതിൽ എന്നെ ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ. നമുക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് നിഷ്പക്ഷമായ ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ലല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പക്ഷം ചേർന്ന് ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളുമുണ്ട്, നിഷ്പക്ഷമായി ചർച്ച ചെയ്യേണ്ടുന്ന വിഷയങ്ങളുമുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് ആരിൽ നിന്നുണ്ടായാലും ആ പക്ഷം ചേർന്നുകൊണ്ട് എനിക്ക് ഒരു ചർച്ച നയിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ പക്ഷമുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. എനിക്ക് അതിനകത്തൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറയുന്നത് ന്യൂസ് 8 എന്ന് പറയുന്ന ചാനലിൽ ആങ്കർ സീറ്റിൽ ഇരുന്നു കൊണ്ട് വിധി പറയേണ്ടത് നിങ്ങളല്ല. വിധിയൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതാണ്, അത്തരം ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ ഇത് സ്വാഭാവികമല്ലേ? ഈ തിരുത്തലുകൾ, ഈ വിമർശനങ്ങൾ സ്വാഭാവികമല്ലേ? അത് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നേ ചോദിച്ചോളൂ. ഞാൻ വിധിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയേണ്ടത് കാന്തപുരം പറഞ്ഞത് പിന്തിരിപ്പനാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയേണ്ടത് നിങ്ങളല്ലാതെ സുൽഫത്തിന് പറയാം, അത് BM സുഹറക്ക് പറയാം. നിങ്ങൾ പറയേണ്ടത് അതല്ല. നിങ്ങൾ പറയേണ്ടത് ചർച്ചയിൽ ഞങ്ങൾ 4 പേരെയും കോർഡിനേറ്റ് ചെയ്യുക, ഞങ്ങൾക്ക് അതിന് അവസരം തരിക, ചർച്ചയിൽ പറയേണ്ടവരാണ് നിങ്ങൾ. ഇതിന് മുൻവിധിയോടുകൂടി ഞാനത് ഒരിക്കൽ വിശദീകരിച്ചു കഴിഞ്ഞു ശ്രീ നാസർ ഫൈസി കൂടത്തായി. ഈ ചർച്ചയിൽ അത് സ്ത്രീ വിരുദ്ധ പരാമർശമാണെന്നും ഈ പുരോഗമന സമൂഹത്തിന് ചേരുന്നതല്ല എന്നും ഉള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച നടത്തുന്നത്. ഇതിലൊരു നിഷ്പക്ഷ നിലപാട് എനിക്കില്ല, ഞങ്ങളുടെ ചാനലിനുമുണ്ട് എന്ന് കരുതേണ്ട. ഇതിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച. അത് തിരുത്തപ്പെടേണ്ടുന്ന പ്രസ്താവനയാണ് അല്ലെങ്കിൽ നിലപാടാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. അത് തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ അതിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾക്ക് അതുപോലെ നയിക്കുകയോ ചെയ്യാം. പക്ഷെ അതിൽ വിമർശനം ഉണ്ടാകും, തെറ്റാണ് അത് പറഞ്ഞതെന്ന് ചൂണ്ടിക്കാണിക്കും. MP ഗോവിന്ദൻ ആ അർത്ഥത്തിൽ തന്നെയല്ലേ ഇന്ന് സംസാരിച്ചത്? നിങ്ങൾ MP ഗോവിന്ദനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ചാനൽ ഉപയോഗപ്പെടുത്തുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ന്യൂസ് 8 അജണ്ട ഉണ്ടാവാം, നിങ്ങൾക്കും അജണ്ട ഉണ്ടാവാം, എനിക്കല്ല യാതൊരു വിരോധവും ഇല്ല. ഞാൻ പറഞ്ഞിട്ടുള്ള വളരെ കൃത്യമാണ്. കാന്തപുരം പറഞ്ഞിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മൊത്തം സ്ത്രീകളുടെ അവകാശവാദം ഉന്നയിക്കാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ വരാൻ പോകുന്ന സുഹറയെയും സുൽഫത്തിനെയും ഏൽപ്പിച്ചിട്ടില്ല. സ്ത്രീ സമൂഹം ഉൾക്കൊള്ളാൻ, കാന്തപുരത്തെ ഉൾക്കൊള്ളാൻ കേരള രാജ്യത്ത് മലയാള ഭാഷ തിരിയുന്ന ഒരു സഹോദരി തയ്യാറാവുന്ന കാലത്തോളം അത് പറയാനുള്ള അവകാശം കാന്തപുരത്തിനുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. അവർ അത് പറയുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, അത് തള്ളുന്നവർക്ക് തള്ളാം. അവരെ സ്വീകരിക്കാതിരിക്കുക എന്നതോ അവർ പറയാൻ പാടില്ല എന്ന് പറയുന്നതോ അത് പിന്തിരിപ്പൻ സമീപനമാണെന്ന് പറയുന്നതോ സ്ത്രീ വിരുദ്ധതയാണോ എന്ന് പറയുന്നതും ജനാധിപത്യ മര്യാദക്ക് ചേർന്നതല്ല. അത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് പറയുന്നത് നിങ്ങളോ 1 or 2 സ്ത്രീകൾ പറഞ്ഞതോട് കാര്യമില്ല. ഒരു സ്ത്രീ എങ്കിലും കാന്തപുരത്ത് അംഗീകരിക്കാൻ തയ്യാറാവുന്ന കാലത്തോളം കാന്തപുരത്തിന് അദ്ദേഹത്തിന്റെ മതധർമ്മം പറഞ്ഞുകൊണ്ടേയിരിക്കാം. ആ ധാർമ്മികമായിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കുമ്പോ ആ കോണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഇതെങ്ങനെയാണ് ഒരു മതപരമായ കാര്യമാകുന്നത്? ഒരു തുറസായ സ്ഥലത്ത് സ്ത്രീയും പുരുഷനും വ്യായാമത്തിൽ ഏർപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ മതവിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, മറ്റ് പലയിടങ്ങളിലും ഇപ്പോൾ ഉംറ, മറ്റ് നമസ്കാരം അതിനൊക്കെ പോകുന്ന ഇടങ്ങളിലും സ്ത്രീ പുരുഷർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്ത്രീകളും പുരുഷനും ഇടപെടുന്ന ഏറെ അവസരങ്ങൾ അല്ലാതെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വ്യായാമ ഇടത്ത് സ്ത്രീയും പുരുഷനും വന്നാൽ മതത്തിന് ചേർന്നതല്ല എന്ന ഒരു നിലപാട് അതൊരു യുക്തിക്ക് പോലും നിരക്കുന്നതല്ലല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഉംറക്ക് പോകുന്നവരും ബസ്സിൽ കയറുന്നവരും ഹജ്ജിന് പോകുന്നവരും ട്രെയിൻ യാത്ര ചെയ്യുന്നവരും എങ്ങനെയൊക്കെ അവരുടെ ജീവിത ധാർമ്മികത പുലർത്തണം എന്ന് അവരോട് മതം പറയുന്നുണ്ട്. അത് പറയുന്നത് അംഗീകരിക്കാൻ ആ സ്ത്രീ സമൂഹത്തിന് ധാരാളം. ഈ ചാനലിൽ നിങ്ങൾ ഒരു സഹോദരി, ഒരു മുസ്ലിം വനിതാ സംഘടനയുടെ പ്രതിനിധിയെ കൊണ്ടുവന്നിരുത്തിയാൽ ധാർമ്മികത ഉൾക്കൊള്ളുകയും പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്യുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ഞങ്ങളുടെ അറബി കോളേജ് കൊണ്ട് പഠിച്ചിറങ്ങുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അവരാരും ഇതിനെതിരെ പറയുന്നില്ല.
അവർക്കൊക്കെ അത് സൂക്ഷിക്കാനും സാധിക്കുന്നുണ്ട്. ഉംറയ്ക്ക് പോകുന്ന സഹോദരിക്ക് എങ്ങനെ അവരുടെ സൂക്ഷ്മത പുലർത്തണമെന്ന് അവരോട് പറയുന്നുണ്ട്. എന്നാൽ കായിക പരിശീലനത്തിനോ വ്യായാമ മുറകൾക്കോ പോകുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കണമെന്നും അവരോട് നിർദ്ദേശങ്ങളുണ്ട്. അത് സ്വീകരിക്കാൻ വനിതകൾക്ക് തയ്യാറാകുന്ന ഏതെങ്കിലും വനിതകൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവരോട് പറയാനുള്ള ബാധ്യത മാത്രമേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലുള്ള പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളൂ. മൊത്തം എല്ലാ സ്ത്രീകളും ഉംറയ്ക്ക് പോകുന്നതും ബസ്സിൽ കയറുന്നതും പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതും കായികമേള പങ്കെടുക്കുന്നതും ഒക്കെ ഇങ്ങനെ വേണമെന്ന് എല്ലാ സഹോദരിമാരോടും ഈ മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർദ്ദേശമില്ല. അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർക്ക് സ്ത്രീകൾക്ക് ഉംറയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഉംറയ്ക്ക് പോവാതിരിക്കുന്ന ആളുകളും ഉംറ തന്നെ വേണ്ട എന്ന് പറയുന്നവരും ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഉംറ വേണമെന്നും എങ്ങനെ ഉംറയ്ക്ക് പോകണമെന്നും പറയുന്നവർക്ക് അതിന്റെ ധാർമ്മികമായിരിക്കുന്ന മര്യാദ പുലർത്താനവർക്ക് സാധിക്കും. അവരോട് മാത്രമേ ഇതിന്റെ സംബോധനയുള്ളൂ, അവരോട് മാത്രമേ ഇതിന്റെ നിർദ്ദേശമുള്ളൂ. അതിലപ്പുറം ഇതിന് എഴുതാപ്പുറം വായിക്കേണ്ടതില്ല. അത് പറയാനുള്ള റൈറ്റ് ഭരണഘടന അവർക്ക് തരുന്ന കാലത്തോളം, ഇത് ഇന്ത്യ ഭരണഘടനയ്ക്ക് വിരുദ്ധമല്ലാതിരിക്കുന്ന കാലത്തോളം അവർക്കത് പറയാനും അവരെ ഉൾക്കൊള്ളാനും ഈ സമൂഹത്തിന് അർഹതയുണ്ട്. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് യുക്തിയാണ്. യുക്തിപരമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായിരിക്കുന്ന ചില മേഖലകൾ അത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇവിടെ സ്ത്രീ പൊതു ഇടങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ആഭാസകരമായിരിക്കുന്ന ഡ്രസ്സ് ധരിക്കാനോ അതല്ലെങ്കിൽ ടൈറ്റ് പാന്റും ടൈറ്റ് ഷർട്ടും ധരിച്ചുകൊണ്ട് അവർ പുരുഷനുമായി മിങ്കിളായിക്കൊണ്ടുള്ള ആയോധന കലകളിലും അഭ്യാസമുറകളിലും ഏർപ്പെടുന്നതോ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സ്ത്രീ വിരുദ്ധതയല്ല, അത് പുരുഷനോട് പറയുന്നുണ്ട്. അത്തരം വ്യായാമ മുറകൾ പങ്കെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്ന് പുരുഷനോട് പറയുന്നുണ്ട്. സ്ത്രീ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു വിമർശനം അദ്ദേഹത്തിന്റെ. നാസർ ഫൈസി കൂടത്തായി പറയുന്നത് സുൽഫത്ത് ഇടപെട ഇപ്പൊ എന്നോടാ ചോദിച്ചിട്ടുള്ളത്. അവർ തുറന്ന് പ്രകടിപ്പിക്കുന്നു എന്നല്ല, അതാരും വിമർശിച്ചിട്ടില്ല. കാന്തപുരം അത് പറഞ്ഞിട്ടില്ല. കാന്തപുരം പറഞ്ഞിട്ടുള്ളത് തുറന്നു കാണിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എങ്ങനെ അവരുടെ വാക്കുകൾ സ്ത്രീകൾ ശരീരം തുറന്നു കാണിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതൊന്ന് ഇതിൽ റിപ്ലൈ ചെയ്യൂ, അതിലൊന്ന് ഇതിൽ കാണിക്കൂ. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അനാവശ്യമായ വാക്കുകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല. നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം, പറയാത്ത കാര്യം പറയാൻ പാടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്ന് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഏത് കാന്തപുരത്തിന്റെ അങ്ങനത്തെ ഒരു വാക്ക് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. സ്ത്രീകൾ ശരീരം തുറന്നിടുന്നുണ്ട് എന്ന് കാന്തപുരം എവിടെയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയാത്ത കാര്യം അദ്ദേഹത്തിന് വിളിച്ചു കെട്ടുന്നത് ശരിയല്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു തെളിവ് പറയും. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഇതിന്റെ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾപ്പിച്ചുകൊണ്ടായിരുന്നു ചർച്ച തുടങ്ങിയത്. താങ്കൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വീണ്ടും കാണിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഒരു സംശയമുള്ള കാര്യമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കാണിക്കാം. താങ്കൾ പറഞ്ഞു തീർന്നെങ്കിൽ എനിക്കൊരു ഇടവേള ആവശ്യമാണ്. ഇടവേളയിലേക്ക് പോകാമായിരുന്നു. മേഡം, സംഘടനാപരമായിക്കൊണ്ട് എനിക്ക് കാന്തപുരത്തിന്റെ സംഘടനാ നിലപാടിനോട് വിയോജിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഒരു വക്താവുമല്ല. നാസർ ഫൈസി കൂടത്തായി താങ്കൾ ചോദിച്ച കാന്തപുരം പറഞ്ഞ വാക്കുകൾ ദാ കേൾക്കാം. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല, സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ ദീനിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുകയാണ്. ഹറാമ് ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. ശ്രീ നാസർ ഫൈസി കൂടത്തായി താങ്കൾ കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഇനി തള്ളി പറയുമോ അതിനെ? അല്ല, അദ്ദേഹം പറഞ്ഞ ആ വാക്കില് ഞാൻ എന്റെ ഈ സംസാരത്തിൽ ഈ വീഡിയോയിൽ ഇപ്പൊ കേൾക്കുന്നതാണ്. അദ്ദേഹം ശരീരം സ്ത്രീകൾ തുറന്നിടുന്നു എന്ന് പറയുന്ന പരാമർശത്തോട് ഞാനിപ്പോ കേട്ടതാണ്. നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ ആ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ സ്ത്രീയും പുരുഷനും ഇവിടെ ആയോധന മുറകളിലോ അല്ലെങ്കിൽ കായിക പരിശീലനങ്ങളിലോ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന വ്യായാമങ്ങളിലോ സ്ത്രീകൾ ശരീരം തുറന്നിടുന്നു എന്നത് അദ്ദേഹം ഉദ്ദേശിച്ച ആലങ്കാരിക പ്രയോഗം എന്താണെന്ന് എനിക്കറിയില്ല. ശരീരം തുറന്നിടുകയല്ല, അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന വിധത്തിലല്ലാതെ അവരുടെ ശരീരത്തിലെ ടൈറ്റ് പാന്റ് ടൈറ്റ് ടീഷർട്ട് ധരിച്ചുകൊണ്ട് പുരുഷനുമായി കൊണ്ട് ഇടകലർന്നുകൊണ്ട് ശാരീരികമായ ഉന്മേഷത്തിന് വേണ്ടി പോകുന്നത് പുരുഷനോടും സ്ത്രീയോടും പറയുന്നു അത് പാടില്ല.
അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന വിധത്തിൽ നാശം വരുത്തി വെക്കുന്നു എന്നാണ്. സ്ത്രീകൾ വ്യായാമത്തിൽ ഏർപ്പെട്ട് ശരീരം തുറന്ന് നാശം വരുത്തി വെക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ പരാമർശം. എന്തായാലും താങ്കൾക്ക് ആ സംശയം മാറി താങ്കൾ അതിനെ തള്ളിപ്പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തായാലും അത്തരമൊരു പരാമർശം തള്ളിപ്പറയാൻ താങ്കൾ കാണിച്ച ആ ആർജവം ഞാൻ ഉൾക്കൊള്ളുന്നു. ശ്രീ നാസർ ഫൈസി കൂടത്തായി, നോക്കൂ, പലപ്പോഴും ഇതിനെ അനുകൂലിക്കാൻ വരുന്നവർ പോലും എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന പൂർണ്ണമായ ബോധ്യമില്ലാതെ കൂടിയാണ് അതിനെ ന്യായീകരിക്കാൻ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പുറപ്പെട്ടിട്ടുള്ളത് എന്നുകൂടിയാണല്ലോ അത് സൂചിപ്പിക്കുന്നത്. നോക്കൂ, ഈ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് യാതൊരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾ പുരുഷന്മാരുമായി ഒരുമിച്ച് നിന്ന് വ്യായാമം ചെയ്താൽ അവിടെയുള്ള പുരുഷന്മാർ അത്ര മോശക്കാരാണോ നാശം വരുത്തി വെക്കാൻ? ഈ മതപണ്ഡിതൻ എന്ന് കരുതുന്ന ഹുസൈൻ മടവൂർ കഴിഞ്ഞ ദിവസം പറയുകയാണ്, അരിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, വനിതാ കമ്മീഷൻ പറയുന്നു, സ്ത്രീകളൊക്കെ ഈ രീതിയിൽ റേപ്പ് ചെയ്യപ്പെടുന്നതിന്റെ കണക്കുകളൊക്കെ പറയുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. നോക്കൂ, എങ്ങനെയൊക്കെയാണ് ഒരു ന്യായീകരണം അതിന് യോജിക്കുന്ന വിധത്തിൽ പണ്ഡിതന്മാർ ചമഞ്ഞെടുക്കുന്നത്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തോടാണ് ഞാൻ വിയോജിച്ചത്, അതൊരൊറ്റ പരാമർശത്തോട്. പക്ഷെ അദ്ദേഹത്തിന്റെ പരാമർശത്തോട് CPM പ്രതിനിധികൾ പ്രതികരിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായത്തിലാണ്. അദ്ദേഹത്തിന്റെ നിലപാടിനെ വിയോജിക്കുന്ന വിധത്തിൽ ഇന്ന് ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്ന ഒരു പോയിന്റ്, സ്ത്രീയും പുരുഷനും ഇടകലർന്നുകൊണ്ട് ഇടപെടുന്ന ഘട്ടങ്ങളിൽ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് നഗ്ന പ്രദർശനം എന്ന ഉദ്ദേശത്തിലല്ല. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ബാധകമല്ല. നഗ്ന പ്രദർശനം എന്ന അടിസ്ഥാനത്തിലല്ല, ടൈറ്റ് ഷർട്ടുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ പ്രദർശിപ്പിക്കുന്ന വിധത്തിലേക്ക് അവർ ഇസ്ലാമികമായ ഡ്രസ്സുകൾ ധരിക്കാത്ത വിധത്തിൽ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുണ്ടാകുന്ന ഒരു സാഹചര്യം പാടില്ല എന്നാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും സ്ത്രീ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള വേഷവിധാനങ്ങളിലായിരിക്കണം. അത് ഉംറയിലായിരുന്നാലും മറ്റെവിടെയാണെങ്കിലും സ്ത്രീ അവരുടെ ശരീരം അതതിൻ്റെതായിരിക്കുന്ന രീതിയിൽ അവർക്ക് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം താങ്കൾക്ക് ഇപ്പോൾ ഈ സ്ക്രീൻ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. നോക്കൂ, തട്ടമിട്ടുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട്, തട്ടമിട്ടുകൊണ്ടൊക്കെയാണ് ഈ സ്ത്രീകൾ ഈ വ്യായാമ മുറ അഭ്യസിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്നത്. നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങളിൽ കാണാം. തട്ടമിടാത്ത ഒരു സ്ത്രീയെ പോലും അതിനകത്ത് കാണുന്നില്ല. പലരും പർദ്ദ ധരിച്ചുകൊണ്ടാണ് അതിൽ ഇടപെടുന്നത്. അപ്പോൾ മതം പറയുന്ന വേഷവിധാനം ധരിച്ച് വന്ന് അവിടെ ആ വ്യായാമത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ പോലും മതത്തിലെ ഉന്നതർ പറയുന്ന ഈ സ്ത്രീ വിരുദ്ധമായ വിമർശനത്തിന്റെ കൂരമ്പുകൾ ഏറ്റു നിൽക്കുകയാണ്. ആ സമുദായത്തെ വിശ്വസിച്ച് ആ സമുദായം പറയുന്ന വസ്ത്രം ധരിച്ച് വന്നെത്തിയ സ്ത്രീകളെ പോലുമാണ് അപമാനിച്ചിരിക്കുന്നത്. ആ വസ്ത്രം ധരിച്ചെത്തി അവരുടെ സ്വകാര്യതകളിൽ അവർ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീക്ക് ഇതിന്റെ ക്രൂരമ്പുകൾ ഏൽക്കേണ്ടതില്ല. നിങ്ങൾ അവർക്കായിട്ട് ഒരു ക്രൂരം വെയ്യേണ്ട കാര്യവുമില്ല. കാന്തപുരം പറഞ്ഞ കാര്യങ്ങളിലും മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളിലും സ്ത്രീയും പുരുഷനും ഇടകലരുന്ന വിധത്തിൽ അവരുടെ ശരീരം ഇസ്ലാമിക വേഷമല്ലാത്ത വിധത്തിൽ ധരിച്ചെത്തുമ്പോൾ അവിടെ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്ന ഭാഗമല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കാത്ത വിധത്തിലും അവർ പുരുഷനുമായി ഇടകലരാത്ത വിധത്തിലും അവർക്ക് വ്യായാമമുറകളിൽ ഏർപ്പെടുന്നതിന് ഒരു വിരോധമില്ല. നിങ്ങൾ പർദ്ദ ധരിച്ചും അല്ലെങ്കിൽ സ്ത്രീകൾ സ്വന്തമായും എവിടെങ്കിലും വ്യായാമമുറകൾ ഏർപ്പെടുന്നതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇത് അവരെയും ബാധിക്കുന്നു. വീടുകളിൽ സ്വകാര്യതകളിൽ ശരീരം ഉന്മേഷത്തിന് വേണ്ടി വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വീഡിയോ എടുത്തിട്ട് ഇത് അവരെയും ബാധിക്കുന്നു എന്ന വിധത്തിലുള്ള സൂമിൽ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. നമ്മുടെ സ്ക്രീൻ ഫോണിലോ മറ്റോ എടുത്തു നോക്കിയാൽ കാണാം. മെക്സവൻ വ്യായാമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നേരത്തെ താങ്കൾ എന്നോട് തെളിവ് ചോദിച്ചു, ഞാൻ തെളിവ് തന്നു, താങ്കൾ ക്ഷമ പറഞ്ഞു. നോക്കൂ, ഇപ്പോൾ തെളിവ് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അക്കാര്യം പറഞ്ഞത്. അതിൽ താങ്കൾ എന്തുകൊണ്ടാണ് അവിശ്വാസം രേഖപ്പെടുത്തുന്നത് എനിക്ക് അറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി സുൽഫത്ത്,